ഹലോ എവ്രിവൺ, എല്ലാവർക്കും എൽസീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എന്നതാ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ നമുക്ക് സദ്യയുടെ കൂടെയൊക്കെ നമുക്ക് മാറ്റി വെക്കാൻ പറ്റാത്ത ഒരു സ്വീറ്റ് ഐറ്റമാണ്. എന്തുവാണെന്ന് മനസ്സിലായി കാണുമല്ലോ. നമ്മൾ ഇന്നൊരു അടപ്രഥമന ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ അടപ്രഥമൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ ഇവിടെ ഒരു 300 ഗ്രാം അട എടുത്തിട്ടുണ്ട്. അത് നമ്മൾ വേവിച്ചെടുത്തിട്ടുണ്ട്, വെള്ളത്തിലിട്ട് നമ്മൾ വേവിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ 2 തേങ്ങയുടെ പാലാണ് ഇവിടെ എടുത്ത്, 2 തേങ്ങ തിരുമിയതിന്റെ പാലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇത് 1-ാം പാല്, 2-ാം പാല്, 3-ാം പാല്, 3 പാല് വേണം നമുക്ക് ഇതിട്ട്. പിന്നെ നമ്മള് ഇവിടെ ഒരു നല്ലൊരു വലിയൊരു ശർക്കര, 1.5 ശർക്കര എടുത്തിട്ടുണ്ട് നമ്മള്. പിന്നെ നമ്മളിവിടെ ചൗരി കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും എടുത്തിട്ടുണ്ട്. പിന്നെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത്, അതുപോലെ തന്നെ കാഷ്യൂസ്, പിന്നെ കിസ്മിസ്, പിന്നെ നമുക്ക് ഇതെല്ലാം വറക്കാൻ വേണ്ടിയിട്ടുള്ള നെയ്യ്, പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഏലക്കാപ്പൊടി. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഇന്ന് അടപ്രഥമൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേണ്ടത്. അപ്പൊ ഇതിനാദ്യം ചെയ്യാൻ പോകുന്ന പ്രോസസ്സ് എന്താണെന്ന് വെച്ചാൽ ആദ്യം തന്നെ നമുക്ക് ഈ ശർക്കര പാനിയാക്കി എടുക്കണം. അപ്പൊ ആദ്യം നമുക്ക് അത് ചെയ്യാം. ഇവിടെ നമ്മള് ശർക്കര പാനി ആകാനായിട്ട് വെച്ചിട്ടുണ്ട്, അതവിടെ ആവട്ടെ. അപ്പോഴത്തേക്കിന് നമുക്ക് ഇവിടെ നമ്മുടെ നെയ്യിൽ നമുക്ക് നമ്മുടെ അണ്ടിപ്പരിപ്പും കിസ്മിസും നമ്മുടെ തേങ്ങാക്കൊത്തും ഒക്കെ നമുക്കൊന്ന് വറുത്തെടുക്കാം. പാൻ ഇപ്പൊ ചൂടായിട്ടുണ്ട്, നമുക്ക് ആവശ്യത്തിനുള്ള നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ചൂടായി വരുമ്പോഴത്തേക്കിന് നമുക്ക് കിസ്മിസ് വറുത്തെടുക്കാം. ആദ്യം നമ്മുടെ നെയ്യ് ചൂടായിട്ടുണ്ട്, ഇനി നമുക്ക് അതിലേക്ക് കിസ്മിസ് കൊടുക്കാം. ആദ്യം എല്ലാം സെപ്പറേറ്റ് ആയിട്ട് വേണം വറക്കാൻ, അല്ലെങ്കിൽ ചിലത് പെട്ടെന്ന് വറന്നു പോകും, ഇല്ല കരിഞ്ഞു പോകും. അതുകൊണ്ട് ആദ്യം നമുക്ക് കിസ്മിസ് ഇട്ട് വറക്കാം. കിസ്മിസ് മൂത്തിട്ടുണ്ട്, ഇനി നമുക്കിത് കോരി മാറ്റാം. ഇനി നമുക്ക് അടുത്തത് കാഷ്യൂ ഇട്ട് കൊടുക്കാം. കാഷ്യൂ ഒരു ബ്രൗൺ കളർ ആയാൽ മതി, ലൈറ്റ് ബ്രൗൺ കളർ. നമ്മുടെ കാഷ്യൂ ഒക്കെ ലൈറ്റ് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്, ഇനി നമുക്ക് അതും കൂടി കോരിയെടുക്കാം. ഇനി നമുക്ക് അടുത്തത് തേങ്ങാക്കൊത്ത് വറുത്തെടുക്കാം. തേങ്ങാക്കൊത്ത് ഓപ്ഷണലാ, വേണമെങ്കിൽ ചേർത്താൽ മതി. പക്ഷെ ഇവിടെ പ്രഥമന്റെ കൂടെ നല്ല ടേസ്റ്റ് അല്ലേ കഴിക്കാൻ. തേങ്ങാക്കൊത്ത് ചെറുതായിട്ടൊക്കെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാ. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ തേങ്ങാക്കൊത്ത് ചേർക്കുന്നത്. നമ്മുടെ തേങ്ങാക്കൊത്തും ലൈറ്റ് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്, നന്നായിട്ടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതും കൂടി കോരി മാറ്റാം. ഇനി അടുത്തത് നമുക്ക് ഈ നെയ്യിലോട്ട് തന്നെ നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ഈ അട ഒന്നിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് ആ നെയ്യിലോട്ട് ഒന്ന് വഴട്ടിയെടുക്കാം.
ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഈ നെയ്യിലിട്ട്. നമ്മുടെ ശർക്കര പാനി ആയിട്ടുണ്ട്. നമുക്കിനി ഈ ശർക്കര പാനി ഒന്ന് അരിച്ചെടുക്കണം. കാരണം ഇതിന്റെ അടിയിൽ അപ്പടി മണ്ണും ഒക്കെ കാണും, അതുകൊണ്ട് നന്നായിട്ട് അരിച്ചെടുക്കണം. കണ്ടോ, മണുണ്ടോ? നമ്മുടെ അട ആ നെയ്ക്കകത്ത് കിടന്ന് നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഈ അരിച്ചു വെച്ചേക്കുന്ന ശർക്കര പാനി നമുക്ക് ഇന്നത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഇനി ഈ അട ഈ ശർക്കര പാനിയിൽ കിടന്ന് നന്നായിട്ട് വെന്ത് വരണം. ഒരു തിക്ക് കൺസിസ്റ്റൻസി ആവും ഇത് വെന്ത് 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 വെന്ത്. അപ്പത്തേ നമ്മുടെ അടയും ശർക്കരയൊക്കെ നന്നായിട്ട് പറ്റി വന്നിട്ടുണ്ട്, നന്നായിട്ട് കുറുകിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ 3-ാം പാലാണ് ചേർക്കേണ്ടത്. 3-ാം പാൽ ഒഴിക്കാൻ പോവാ. ഇനി ഈ ശർക്കര നമ്മൾ മുമ്പേ അടയൊക്കെ ഇട്ട് നമ്മൾ പറ്റിച്ചെടുത്തില്ലേ, അതുപോലെ തന്നെ ഈ 3-ാം പാല് നന്നായിട്ട് ഇതുപോലെ പറ്റിച്ചെടുക്കണം. ഇതിന്റെ കൂടെ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ടേസ്റ്റ് അനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ, ചേർത്തില്ലേലും പ്രശ്നമൊന്നുമില്ല. ഇനി നന്നായിട്ട് ഇത് പറ്റി വരട്ടെ. ഇത് നമ്മുടെ അടയൊക്കെ ആ 3-ാം പാലിൽ കിടന്ന് നന്നായിട്ട് കുറുകി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 2-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. രണ്ടാം പാല് നമുക്ക് ഇങ്ങനെ തന്നെ നന്നായിട്ട് പറ്റിച്ചെടുക്കണം. നമ്മൾ ഈ അടയൊക്കെ ഈ 2-ാം പാലിലും 3-ാം പാലിലും ഇങ്ങനെ നമ്മൾ കുറുക്കി പറ്റിച്ചൊക്കെ എടുക്കുമ്പോഴത്തേക്കിനും നമ്മുടെ അടയ്ക്കൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും. നമ്മുടെ 2-ാം പാൽ ഒഴിച്ചത് കുറച്ച് പറ്റി വന്നിട്ടുണ്ട്. ആ സമയത്തേക്ക് നമുക്ക് ഇതിനകത്തോട്ട് നമ്മൾ കുതിർത്ത് വെച്ചിരുന്ന ചൗവരിയും കൂടി ഇതിനകത്തോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി അത് കിടന്ന് പറ്റട്ടെ. നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് നെയ്യ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ അടയൊക്കെ 2-ാം പാലില് നന്നായിട്ട് കുറുകി മധുരമൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 1-ാം പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഒന്നാം പാൽ ഒഴിച്ചിട്ട് നമ്മൾ തിളപ്പിക്കാൻ പാടില്ല. അത് മാത്രമല്ല ഹൈ ഫ്ലെയിമിൽ വെക്കുകയും ചെയ്യരുത്.
ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് നമുക്ക് മാറ്റാം. നമുക്കിനി വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂ, കിസ്മിസും പിന്നെ നമ്മുടെ തേങ്ങാക്കൊത്തും കൂടി ഇതിലേക്ക് ലാസ്റ്റിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. മതി. നമ്മുടെ 1-ാം പാലും ഒഴിച്ചിട്ട് അത് ചൂടായിട്ടിട്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പ്രഥമൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഈ ഓണത്തിന് ഈ പ്രഥമൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.